Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ കോമൺ കോഴ്സ് ലിറ്റ്മോസ്ഫിയറിലെ എബൌട്ട് ദളിത് ലിറ്ററേച്ചർ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ശരൺകുമാർ ലിംബാളെ എഴുതിയിട്ടുള്ളൊരു എസ്സേ ആണ്. നമ്മളിവിടെ ആ എസ്സേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, ദളിത് ലിറ്ററേച്ചർ ആൻഡ് കോൺഷ്യസ്നെസ്. Dalit literature. Writings by Dalit writers about Dalits with a focus on their struggle for social justice. ദളിത് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ അധസ്ഥിതരായിട്ടുള്ള താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്, പ്രത്യേകിച്ചും ജാതീയപരമായിട്ടുള്ള കാരണങ്ങളാൽ. നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ അറിയുന്ന കാര്യമാണ്, ഒരു കാലത്ത് ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി പോലുള്ള, തൊട്ടുകൂടായ്മ പോലുള്ള അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതെല്ലാം അനുഭവിക്കേണ്ടി വരുന്ന, ഒരുപക്ഷെ ഇന്നും സമൂഹത്തിൽ ജാതീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗം ആളുകളെയാണ് ദളിത് എന്ന് പറയുന്നത്. ദളിത് ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ അനുഭവങ്ങളെക്കുറിച്ച്, അവരുടെ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ കുറിച്ചിട്ട് ദളിതായിട്ടുള്ള റൈറ്റേഴ്സ് തന്നെ എഴുതുന്ന ലിറ്ററേച്ചറിനെയാണ് ദളിത് ലിറ്ററേച്ചർ എന്ന് നമ്മുടെ ഓതർ വിളിക്കുന്നത്. ദളിത് കോൺഷ്യസ്നെസ്. A revolutionary mentality inspired by Dr. B.R. Ambedkar's teachings, emphasizing resistance against a caste oppression. ഇനി ഇത്തരത്തിലുള്ള റൈറ്റിങ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ദളിത് കോൺഷ്യസ്നെസ്, ഒരു ബോധം വേണമെന്നുള്ളതാണ്. അത് ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ ഈ ജാതീയതയ്ക്കെതിരായിട്ടുള്ള ടീച്ചിങ്സിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. പർപ്പസ്. ഇൻഫോം ദളിത് സൊസൈറ്റി ഓഫ് ദർ ഡിസഡ്വാൻറ്റേജ്ഡ് പൊസിഷൻ. ഇനി ദളിത് ലിറ്ററേച്ചറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് അവരുടെ അവസ്ഥയെ കുറിച്ചിട്ട് ബോധ്യം വരുത്തി കൊടുക്കുക എന്നുള്ളത്. നരേറ്റ് ദ പെയിൻ ആൻഡ് സഫറിങ് കോസ്ഡ് ബൈ ദ കാസ്റ്റ് സിസ്റ്റം. ഈ ജാതി വ്യവസ്ഥ മൂലം ഉണ്ടാകുന്ന വേദനയുടെയും ദുരിതങ്ങളുടെയും അനുഭവങ്ങൾ വിവരിക്കുക എന്നുള്ളതുമാണ് ദളിത് ലിറ്ററേച്ചറിൻ്റെ പർപ്പസായിട്ട് പറയുന്നത്. പാർട്ട് 2, ചലഞ്ചിങ് ട്രഡീഷണൽ എസ്തെറ്റിക്സ്. ഇനി പരമ്പരാഗതമായിട്ടുള്ള സൗന്ദര്യശാസ്ത്രത്തിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടരുന്നത്. ട്രഡീഷണൽ എസ്തെറ്റിക്സ്, സത്യം, ശിവം, സുന്ദരം, ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി ആസ് ഡിഫൈൻഡ് ബൈ അപ്പർ കാസ്റ്റ് ഹിന്ദുസ്. ഇനി പരമ്പരാഗതമായിട്ടുള്ള സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് സത്യം, ശിവം, സുന്ദരം എന്നുള്ളതാണ്. അതായത് ട്രൂത്ത്, സത്യം തന്നെ, ഗുഡ്നെസ്, അതുപോലെ തന്നെ ബ്യൂട്ടി. ഇതാണ് ഈ അപ്പർ കാസ്റ്റ് സൊസൈറ്റികൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്. ലിംബാലേസ് ക്രിട്ടിക്. These concepts are used to justify caste hierarchy and maintain Dalit subjugation. നമ്മുടെ ഓതർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആളുകളെ ജാതിയുടെ പേരിൽ വിവേചനം ചെയ്യുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് സത്യം, ശിവം, സുന്ദരം എന്ന് ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിമർശനം. അതായത് ഇത്തരത്തിലുള്ള അസമത്വങ്ങളും ഇത്തരത്തിലുള്ള വിവേചനങ്ങളും ചൂഷണങ്ങളും എല്ലാം തന്നെ ഇവർ സത്യം, ശിവം, സുന്ദരം എന്നതിൽ ഉൾക്കൊള്ളുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിമർശനം. ട്രൂത്ത്. അപ്പർ കാസ്റ്റ് നരേറ്റീവ്സ് ആർ പ്രസൻറ്റഡ് ആസ് ട്രൂത്ത് വൈൽ ദളിത് എക്സ്പീരിയൻസസ് ആർ ഇഗ്നോർഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവർ പറയുന്ന സത്യം എന്ന് പറയുന്നത് അവരുടെ മാത്രം സത്യമാണ്, ഈ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള ആളുകളുടെ അനുഭവങ്ങൾ അവർ പരിഗണിക്കുന്നില്ല. ഗുഡ്നെസ്. The caste system itself is portrayed as good, while Dalit suffering is denied. ഇനി ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ഒരു ഗുഡായിട്ടുള്ള നല്ലൊരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. പക്ഷേ അതുമൂലമുള്ള ചൂഷണങ്ങളെയും വിവേചനങ്ങളെയും കുറിച്ചിട്ട് അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. ആ രീതിയിൽ അദ്ദേഹത്തിനെ വിമർശിക്കുന്നു. ബ്യൂട്ടി. അപ്പർ കാസ്റ്റ് നോംസ് ഡിഫൈൻ ബ്യൂട്ടി എക്സ്ക്ലൂഡിങ് ദളിത് എക്സ്പീരിയൻസസ് ആൻഡ് കൾച്ചർ. ഇനി ഈ സൗന്ദര്യം എന്ന് പറയുന്ന സങ്കല്പവും ഇതുപോലെ അപ്പർ കാസ്റ്റ്, ഉന്നത ജാതികളുടെ സങ്കല്പങ്ങളാണ്. ദളിത് അനുഭവങ്ങളെയും അവരുടെ സംസ്കാരത്തെയും അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഈ പരമ്പരാഗത സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വിമർശനമായിട്ട് പറയുന്നത്. പാർട്ട് 3, എക്സാമ്പിൾസ് ഓഫ് കാസ്റ്റ് ഇൻജസ്റ്റിസ്. തുടർന്ന് അദ്ദേഹം ചരിത്രത്തിൽ നിന്നും പുരാണത്തിൽ നിന്നും ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്തു പറയുകയാണ്. ലിംബാളെ സൈറ്റ്സ് എക്സാമ്പിൾസ് ലൈക്ക് ശംഭൂക, കിൽഡ് ഫോർ മെഡിറ്റേറ്റിംഗ്. അതിലൊന്ന് വരുന്നത് ശംഭൂക എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹം സന്യാസിമാരെ പോലെ ധ്യാനം ചെയ്തു എന്നുള്ള കുറ്റത്തിനാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. അതായത് ഒരു കാലത്ത് ചില ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇതുപോലെ പഠിക്കാനും അതുപോലെ ധ്യാനം ചെയ്യാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു അസമത്വം അദ്ദേഹം അവിടെ എടുത്തു പറയുകയാണ്. ഏകലവ്യ, ഫോഴ്സ്ഡ് സെൽഫ് മ്യൂട്ടിലേഷൻ.
ഇനി ഏകലവ്യ എന്ന് പറയുന്ന കഥാപാത്രം ഒരു വലിയ യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന് ഈ അസ്ത്രവിദ്യയിലൊക്കെ വലിയ കഴിവുണ്ടായിരുന്നു. പക്ഷേ അർജുനനേക്കാളും മികച്ച ഒരാൾ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതും ഈ താഴ്ന്ന ജാതിയിൽ നിന്നൊരാൾ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ വിരൽ മുറിച്ചിട്ട് ദക്ഷിണയായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഗുരു ആവശ്യപ്പെടുന്നത്. ആ രീതിയിലൊരു ഇൻജസ്റ്റിസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ശിവാജി കോൾഡ് ശൂദ്ര ടു ഇല്ലുസ്ട്രേറ്റ് ബ്രാഹ്മണിക്കൽ ഇൻജസ്റ്റിസ്. മറ്റൊന്ന്, മറാത്തയിലെ രാജാവായിരുന്ന ശിവാജി സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ശൂദ്രൻ എന്ന് വിളിച്ചിട്ട് ഈ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ ഈ വിമർശിച്ചിരുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു. ഹി എക്സ്പോസസ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദളിത് വിമൻ ഡാൻസേഴ്സ് ഫോഴ്സ്ഡ് പെർഫോം ഫോർ അപ്പർ കാസ്റ്റ് മെൻ. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ കൊൽഹാത്തി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ദളിത് കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെ, യുവതികളെ നൃത്തം ചെയ്യിപ്പിക്കുന്ന, ഈ സദസ്സുകളിൽ നിർബന്ധിച്ച് നൃത്തം ചെയ്യിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ദേവദാസികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന സംവിധാനം. അതായത് ഒരു ജാതിയിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാക്കപ്പെടുന്ന ഒരു അവസ്ഥ. അത്തരത്തിലുള്ള ചൂഷണങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങളുള്ളത്, ചൂഷണങ്ങളുള്ളത് എന്നുള്ള കാര്യമാണ് വിവരിക്കുന്നത്. പാർട്ട് 4, പ്രപ്പോസൽ ഫോർ ന്യൂ എസ്തെറ്റിക്സ്. തുടർന്ന് അദ്ദേഹം പുതിയൊരു സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ്. കൗണ്ടർ വാല്യൂസ്. ട്രൂത്ത്, സത്യം. ഹ്യൂമൻസ് ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹ്യൂമൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ സത്യം അല്ലെങ്കിൽ ട്രൂത്ത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളതാണ് അദ്ദേഹം ട്രൂത്തായിട്ട് പറയുന്നത്. ഗുഡ്നസ് അല്ലെങ്കിൽ ശിവം. ലിബറേഷൻ ഓഫ് ഓൾ ഹ്യൂമൻസ് ഈസ് ഗുഡ്. ഇനി അദ്ദേഹം ഈ ശിവം അല്ലെങ്കിൽ ഈ ഗുഡ്നസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും മോചനമാണ് അദ്ദേഹം ഗുഡ്നസ് ആയിട്ട് പറയുന്നത്. ബ്യൂട്ടി അല്ലെങ്കിൽ സുന്ദരം. ഹ്യൂമാനിറ്റി ഇറ്റ്സെൽഫ് ഈസ് ബ്യൂട്ടിഫുൾ. മനുഷ്യത്വമാണ്, മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേഷൻ. ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ് ആൻഡ് ഫ്രറ്റേണിറ്റി. തുടർന്ന് ഈ പരമ്പരാഗതമായിട്ടുള്ള സൗന്ദര്യശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം ഈ സൗന്ദര്യത്തെക്കുറിച്ച് പരിഗണിക്കുന്ന സമയത്ത് ഈ സമത്വത്തെക്കുറിച്ചിട്ടും സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും നീതിയെക്കുറിച്ചിട്ടും സാഹോദര്യത്തെക്കുറിച്ചിട്ടെല്ലാം പരിഗണിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. പാർട്ട് 5, കൺക്ലൂഷൻ. ദളിത് ലിറ്ററേച്ചർ ഡിമാൻഡ്സ് ന്യൂ എസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ ലിബറേഷൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ദളിത് എസ്തെറ്റിക്സ്, ഈ ദളിത് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സാഹിത്യകൃതി, ദളിത് രീതിയിലൊരു കഥയായിക്കട്ടെ, കവിതയാകട്ടെ, നോവലാവട്ടെ, അതിനെ മറ്റുള്ള നോവലുകൾ പോലെ അതിൻ്റെ സൗന്ദര്യമല്ല നിരീക്ഷിക്കേണ്ടത്. അവിടെ അതിലെ ഈ മനുഷ്യ വിമോചനം, അതുപോലെ സാമൂഹ്യ നീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഇവാലുവേറ്റിംഗ് ദളിത് ലിറ്ററേച്ചർ റിക്വയർസ് കൺസിഡറിംഗ് ദ സോഷ്യൽ കണ്ടക്സ്റ്റ് ആൻഡ് ദ സ്ട്രഗിൾ ഫോർ ഇക്വാലിറ്റി. അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഈ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നുള്ള രീതിയിലാണ് ആ ലിറ്ററേച്ചറിനെ കാണേണ്ടത്. അതല്ലാതെ ആ കവിതയുടെ താളം ശരിയല്ല, അല്ലെങ്കിൽ ആ കവിത ഇങ്ങനെയാണ്, കഥ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ദളിത് ലിറ്ററേച്ചറിനെ കാണരുത്. അതൊരു സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിക്കൊണ്ട് ദളിത് ലിറ്ററേച്ചറിനെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദളിത് ലിറ്ററേച്ചർ അക്കോർഡിംഗ് ടു ലിംബാലെ? ഇനി നമ്മുടെ ഓതറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദളിത് ലിറ്ററേച്ചർ ഈസ് റൈറ്റിംഗ്സ് അബൌട്ട് ദളിത്സ് ബൈ ദളിത് റൈറ്റേഴ്സ് വിത്ത് ദളിത് കോൺഷ്യസ്നെസ്. അതായത് ഒരു ദളിത് ബോധത്തോട് കൂടിയിട്ട് ദളിതരായിട്ടുള്ള ആളുകൾ ദളിതരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്നതാണ് ദളിത് ലിറ്ററേച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിച്ച് ഇസ് എ റെവല്യൂഷണറി മെൻറ്റാലിറ്റി കണക്റ്റഡ് വിത്ത് സ്ട്രഗിൾ ഇൻസ്പയർഡ് ബൈ അംബേദ്കറൈറ്റ് തോട്ട്. അംബേദ്കറുടെ ആശയങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള ആശയങ്ങളാണ് അതിനകത്ത് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് അപ്പർ കാസ്റ്റ് ക്രിറ്റിക്സ് ടു ദളിത് ലിറ്ററേച്ചർ? ഇനി അപ്പർ കാസ്റ്റ് ക്രിറ്റിക്സിൻ്റെ ദളിത് ലിറ്ററേച്ചറിനോടുള്ള സമീപനം എന്താണ്? Upper caste critics often dismiss Dalit literature and its aesthetics, considering it inferior or irrelevant to mainstream literature. ഇതിൻ്റെ സൗന്ദര്യബോധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് മോശമാണ്, ഇത് ഇൻഫീരിയർ ആണ് എന്നുള്ള രീതിയിലാണ് അപ്പർ കാസ്റ്റ് ക്രിറ്റിക്സ് ദളിത് ലിറ്ററേച്ചറിനെ കൺസിഡർ ചെയ്യുന്നത്. ഹു ഈസ് ശംഭൂക? ഇനി ആരാണ് ശംഭൂക എന്ന് പറയുന്നത്? ശംഭൂക വാസ് എ ശൂദ്ര എസ്കെറ്റിക് ഫ്രം ദ രാമായണ who was skilled for meditating like a saint, highlighting the injustice faced by lower caste individuals. ശംഭൂക എന്ന് പറയുന്നത് രാമായണത്തിൽ നിന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹം ശൂദ്രനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ സന്യാസിമാരെ പോലെ ധ്യാനം ചെയ്തു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ജാതീയമായിട്ടുള്ള വിവേചനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
വാട്ട് ഈസ് ദ പ്ലൈറ്റ് ഓഫ് കൊൽഹാത്തി വിമൻ? ഇനി കൊൽഹാത്തി കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. Kolhati human, a nomadic community, were forced to dance in front of upper caste men and were treated as public property for sexual appeasement, showing their exploitation and marginalization. ഈ കൊൽഹാത്തി കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളെ ഈ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേവദാസി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സങ്കല്പം, അതായത് ആ ജാതിയിൽ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവരിത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. ആ രീതിയിലുള്ളൊരു ചൂഷണത്തെ കുറിച്ചിട്ടാണ് നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. വാട്ട് വാസ് ദ കോൺട്രവേഴ്സി ഡ്യൂറിങ് ശിവാജീസ് കൊറോണേഷൻ? ഇനി ശിവജി സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ എന്തായിരുന്നു ഒരു വിവാദം ഉണ്ടായത്? During Shivaji's coronation, he was called Shudra by the Brahmins when he laid claim to the throne, revealing the discrimination faced by him despite his achievements. ശിവജിയുടെ സ്ഥാനമേൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ശൂദ്രൻ എന്ന് വിളിച്ചിട്ട് അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ഒക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും ഉയർന്നൊരു പദവിയിൽ എത്തിയിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ശിവജിയുടെ അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഈ സമ്മറിയിൽ നിന്നുള്ള പാർട്സും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് സത്യം ഇൻ ദ ലൈഫ്സ് ഓഫ് ദളിത്? ഇനി ദളിത് വിഭാഗത്തിൻ്റെ ജീവിതത്തിൽ സത്യത്തിൻ്റെ സ്ഥാനം എന്താണ്? സത്യം, ട്രൂത്ത്, ഇൻ ദ ലൈഫ്സ് ഓഫ് ദളിത് ഇൻവോൾവ്സ് ചലഞ്ചിങ് ദ നരേറ്റീവ്സ് ഓഫ് ദി അപ്പർ കാസ്റ്റ്. ദളിത് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചൊരു സത്യം എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റികളുടെ നരേറ്റീവ്, അവർ സത്യത്തെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുക എന്നതാണ്. അപ്പർ ക്ലാസ് പ്രസൻസ് ദെയർ പെർസ്പെക്റ്റീവ്സ് ആസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത് വൈൽ മാർജിനലൈസിങ് ഓർ സപ്രസിങ് ദളിത് എക്സ്പീരിയൻസ് ആൻഡ് ട്രൂത്ത്സ്. അപ്പർ കാസ്റ്റ് അവരുടെ താല്പര്യങ്ങളെയാണ് സത്യം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സത്യമാണ് എന്നുള്ള രീതിയിലാണ് അപ്പർ കാസ്റ്റ് ആളുകൾ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ദളിത് കമ്മ്യൂണിറ്റിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ദളിറ്റ്സ് ചലഞ്ച് ദീസ് ഫോൾസ് നെറേറ്റീവ്സ് ആൻഡ് സീക്ക് ദെയർ ഓൺ ട്രൂത്ത്. അപ്പോൾ ഇത്തരം നെറേറ്റീവ്സിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്വന്തം സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ദളിത് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ട്രൂത്ത് എന്ന് പറയുന്നത്. How did the upper caste use the doctrine of Shivam to exploit the Dalits? ഇനി സത്യം, ശിവം, സുന്ദരം എന്ന് പറഞ്ഞാൽ ശിവം, ഗുഡ്നെസ് എന്ന് പറയുന്ന സങ്കല്പത്തെ എങ്ങനെയാണ് ദളിതുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പർ കാസ്റ്റ് ഉപയോഗിച്ചത്? The upper caste exploited the concept of Shivam or goodness by portraying the caste system as inherently good and just. ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗുഡ് ആയിട്ടുള്ള നല്ലൊരു സങ്കല്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ദളിതുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്. thereby justifying the subjugation and exploitation of Dalits as a necessary part of this perceived goodness. അതായത് ഈ ജാതിയുടെ പേരിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഒരു തെറ്റല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിന് ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അവരതിനെ ഉപയോഗിക്കുന്നത്. ദളിറ്റ്സ് ആർ പോർട്രേഡ് ആസ് ഇംപ്യൂർ ടു എക്സ്പ്ലോയിറ്റ് ദം. അവർ പറയുന്നത് ദളിത് എന്ന് പറയുന്നത് ഒരു ഇംപ്യൂർ ആണ്, അശുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശിവം അല്ലെങ്കിൽ ഗുഡ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഹൗ ഡസ് ലിംബാലെ റീഡിഫൈൻ സത്യം, ശിവം, സുന്ദരം? ഇനി ഇദ്ദേഹം എങ്ങനെയാണ് ഈ സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ റീഡിഫൈൻ ചെയ്യുന്നത്? ലിംബാലെ റീഡിഫൈൻ സത്യം, ശിവം, സുന്ദരം ബൈ എംഫസൈസിങ് സത്യം, ഹ്യൂമൻസ് ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹ്യൂമൻ. അദ്ദേഹം പറയുന്നത് എല്ലാ മനുഷ്യരും മനുഷ്യരാണ് എന്നുള്ളതാണ് സത്യം. റിജക്റ്റിംഗ് ദ നോഷൻ ദാറ്റ് വൺസ് കാസ്റ്റ് ഡിറ്റർമിൻസ് ദെയർ ഇൻഹെറന്റ് വെർത്ത് ഓർ ട്രൂത്ത്. അതായത് ഒരാളുടെ ജാതി അയാളുടെ പദവിയോ സ്ഥാനത്തെ ഒന്നും സ്വാധീനിക്കേണ്ടതില്ല, എല്ലാ മനുഷ്യരും മനുഷ്യരാണ് എന്നുള്ളതാണ് സത്യം എന്ന് അദ്ദേഹം പറയുന്നു. ശിവം, ദ ലിബറേഷൻ ഓഫ് ഓൾ ഹ്യൂമൻ ഈസ് ഗുഡ്, ഓപ്പോസിറ്റ് ദി എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ജസ്റ്റിഫൈഡ് ബൈ ദ നെയിം ഓഫ് കാസ്റ്റ്. ഇനി ശിവം അല്ലെങ്കിൽ ഗുഡ്നെസ് എന്ന് അദ്ദേഹം പറയുന്നത് എല്ലാ മനുഷ്യരുടെയും വിമോചനമാണ് അദ്ദേഹം ഗുഡ്നെസ് ആയിട്ട് പറയുന്നത്. സുന്ദരം അല്ലെങ്കിൽ ബ്യൂട്ടി, ഹ്യൂമാനിറ്റി ഇറ്റ്സെൽഫ് ഈസ് ബ്യൂട്ടിഫുൾ, ഹൈലൈറ്റിംഗ് ദ ബ്യൂട്ടി ഓഫ് ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ. ഇനി അദ്ദേഹം ഈ സുന്ദരം അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്, അതായത് മനുഷ്യത്വം കാണിക്കുന്നതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദളിത് ലിറ്ററേച്ചർ അക്കോർഡിംഗ് ടു ലിംബാലെ? ഇനി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദളിത് ലിറ്ററേച്ചറിൻ്റെ പർപ്പസ് എന്താണ്? According to Limbale, the purpose of Dalit literature is to inform Dalit society of its disadvantaged position,
ഒന്ന്, ദളിത് സമൂഹത്തിന് അവരുടെ സമൂഹത്തിലുള്ള അവസ്ഥയെക്കുറിച്ചിട്ട് ബോധ്യം വരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ടു നരേറ്റ് ദ പെയിൻ ആൻഡ് സഫറിങ് കോസ്ഡ് ബൈ ദ കാസ്റ്റ് സിസ്റ്റം. മറ്റൊന്ന്, ജാതി വ്യവസ്ഥ മൂലം ഉണ്ടാകുന്ന ദുരിതത്തിൻ്റെയും വേദനയുടെയും അവസ്ഥ ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ചലഞ്ച് ദ ലെജിറ്റിമസി ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് അപ്പർ കാസ്റ്റ് ഡോമിനൻസ്. ഈ ഉന്നത ജാതികളുടെ ഡോമിനൻസിനെയും അതുപോലെ ജാതി വ്യവസ്ഥയെയും ചോദ്യം ചെയ്യുക എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ദളിത് ലിറ്ററേച്ചറിൻ്റെ പർപ്പസായിട്ട് പറയുന്നത്. Which are the instances of punishments and exploitation of Dalits cited in the text? ഇനി ഈ ശിക്ഷകളുടെയും അതുപോലെ തന്നെ ചൂഷണത്തിൻ്റെയും ഉദാഹരണങ്ങൾ ജാതിയുടെ പേരിലുള്ളത് എന്താണ് ഈ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഇൻസ്റ്റൻസസ് ഇൻക്ലൂഡ് ശംഭൂക സ്കില്ലിംഗ് ഫോർ മെഡിറ്റേറ്റിംഗ് ലൈക്ക് എ സെയിൻറ്റ്. ഒന്ന് പറയുന്നത് ശംഭൂക ഒരു സന്യാസിയെ പോലെ ധ്യാനിച്ചു എന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട കാര്യമാണ്. ഏകലവ്യാസ് ഫോഴ്സ്ഡ് സെൽഫ് മ്യൂട്ടിലേഷൻ ആസ് ഗുരുദക്ഷിണ. ഏകലവ്യയുടെ വിരൽ ഒരു ദക്ഷിണയായിട്ട് ഗുരു ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ജാതി ആയത് കാരണം കൊണ്ടാണ്. അതാണ് മറ്റൊരു ഇൻജസ്റ്റിസ് അദ്ദേഹം പറയുന്നത്. ശിവജി ബീയിങ് കോൾഡ് ശൂദ്ര ഡ്യൂറിങ് ഹിസ് ക്ലെയിം ടു ദ ത്രോൺ. ഇനി ശിവജിയുടെ സ്ഥാനം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു ശൂദ്രൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളതാണ് മറ്റൊരു സംഭവം അദ്ദേഹം പറയുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദളിത് വിമൻ ഡാൻസേഴ്സ് ഫ്രം ദ കൊൽഹാത്തി കമ്മ്യൂണിറ്റി. മറ്റൊന്ന്, കൊൽഹാത്തി കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെ, യുവതികളെ ഈ ഫോഴ്സ്ഡ് ഡാൻസ്, ഇത് ഈ സഭയിലും മറ്റൊക്കെ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ലിംബാളെ റീഡിഫൈൻ ദളിത് ലിറ്ററേച്ചർ? ഇനി ഇദ്ദേഹം എങ്ങനെയാണ് ദളിത് സാഹിത്യത്തെ റീഡിഫൈൻ ചെയ്യുന്നത്? ഫോക്കസ് ഓൺ ദളിത് കോൺഷ്യസ്നെസ്. A revolutionary perspective based on Ambedkarite thought and the struggles of Dalit communities. ഒന്ന്, അദ്ദേഹം പറയുന്നത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു ബോധം, വിപ്ലവ ബോധമാണ്. അംബേദ്കറുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദിതമായിട്ട് സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലാണ് ഈ ലിറ്ററേച്ചറിൻ്റെ ഫോക്കസ് എന്ന് അദ്ദേഹം പറയുന്നു. റിജക്ട്സ് ട്രഡീഷണൽ എസ്തെറ്റിക്സ്, ഷിഫ്റ്റ്സ് അവേ ഫ്രം എസ്റ്റാബ്ലിഷ്ഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ടു എ റിയൽ പോർട്രയൽ ഓഫ് ദളിത് എക്സ്പീരിയൻസസ്. മറ്റൊന്ന്, പരമ്പരാഗതമായിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങളിൽ നിന്ന് അദ്ദേഹം വ്യതിചലിക്കുന്നു. അതായത് സമൂഹത്തിൽ അധസ്ഥിതരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് എഴുതാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. സോഷ്യൽ വാല്യൂ ആസ് ലിറ്റററി വാല്യൂ. ദ വർത്ത് ഓഫ് ദളിത് ലിറ്ററേച്ചർ ലൈസ് ഇൻ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ ചേഞ്ച് ആൻഡ് ദളിത് അപ്ലിഫ്റ്റ്മെൻറ്റ്. മറ്റൊന്ന് പറയുന്നത് സാമൂഹ്യ മൂല്യമാണ്. ഒരു സാഹിത്യം എന്നുള്ള രീതിയിലുള്ളതിന് മൂല്യത്തിനേക്കാളും കൂടുതൽ ദളിത് ലിറ്ററേച്ചറിനുള്ളത് സാമൂഹിക മൂല്യമാണ്. ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നു. ഡിമാൻഡ്സ് ന്യൂ സ്റ്റാൻഡേർഡ്സ്, റിക്വയർസ് ന്യൂ ക്രൈറ്റീരിയ ഫോർ ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ ദളിത് എക്സ്പീരിയൻസസ് ആൻഡ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ന്യൂ സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് പൊതുവിലുള്ള സാഹിത്യത്തെ നിരൂപണം ചെയ്യുന്നത് പോലെ ദളിത് സാഹിത്യത്തെ നിരൂപണം ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ദളിത് എക്സ്പീരിയൻസും അതുപോലെ തന്നെ സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിലും ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ദളിത് എസ്തെറ്റിക്സ് അക്കോർഡിംഗ് ടു ലിംബാളെ. ഇനി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദളിത് സൗന്ദര്യശാസ്ത്രം എന്താണെന്നാണ് പറയുന്നത്. ചലഞ്ചസ് ട്രഡീഷണൽ ഐഡിയൽസ്, questions the relevance of Satyam, Shivam and Sundaram in the context of Dalit oppression. അദ്ദേഹം ഈ പരമ്പരാഗതമായിട്ടുള്ള സത്യം, ശിവം, സുന്ദരം എന്നുള്ള സങ്കല്പത്തെ ചോദ്യം ചെയ്യുകയാണ്. അതായത് ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നിന്ന് എങ്ങനെ ഇത് പറയാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഫോക്കസസ് ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി, പ്രപ്പോസസ് കൗണ്ടർ എസ്തെറ്റിക്സ് എംഫസൈസിങ് ഹ്യൂമൻ ഇക്വാലിറ്റി, ലിബറേഷൻ ആൻഡ് ഇൻഹറന്റ് ബ്യൂട്ടി ഇൻ ഓൾ പീപ്പിൾ. അദ്ദേഹം അതിന് പകരമായിട്ടൊന്ന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്നുള്ളതാണ് സത്യം, മനുഷ്യരുടെ വിമോചനമാണ് അതുപോലെ തന്നെ ഗുഡ്നെസ് എന്ന് പറയുന്നത്, മനുഷ്യത്വമാണ് ഏറ്റവും സുന്ദരം എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനൊരു കൗണ്ടർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ സമത്വവും മോചനവും എല്ലാമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ കണ്ടക്സ്റ്റ്, എസ്തെറ്റിക്സ് ഷുഡ് ബി ഗ്രൗണ്ടഡ് ഇൻ ദ സോഷ്യൽ റിയാലിറ്റീസ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് ദളിത് കമ്മ്യൂണിറ്റീസ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് ജീവിതത്തെ മറന്നുകൊണ്ടുള്ളതാവരുത്, ദളിതരുടെ അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കണം ഈ പുതിയ ഒരു എസ്തെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്രം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റെലവൻസ് ഓഫ് ശരൺകുമാർ ലിംബാലെസ് ടെക്സ്റ്റ് ഇൻ കണ്ടംപററി സൊസൈറ്റി. ഇനി നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനകത്ത് ഈ ഒരു എസ്സേയുടെ പ്രസക്തിയാണ് ചോദിച്ചിട്ടുള്ളത്. ലിംബാലെസ് ടെക്സ്റ്റ് റിമെയിൻസ് റെലവൻറ്റ് ഇൻ കണ്ടംപററി സൊസൈറ്റി ആസ് ഇറ്റ് ചലഞ്ചസ് ദ ഡോമിനന്റ് നെറേറ്റീവ്സ് ആൻഡ് ഐഡിയോളജീസ് ദാറ്റ് പെർപെച്വേറ്റ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഒപ്രഷൻ.
ഇന്നും ഇതിന് പ്രസക്തിയുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങളെയും ചൂഷണങ്ങളെയുമാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അതിന് ഇന്നത്തെ കാലത്തും ഒരു പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റീഡിഫൈനിങ് എസ്തെറ്റിക് സ്റ്റാൻഡേർഡ്സ് ടു ഇൻക്ലൂഡ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ ലിബറേഷൻ, advocating for equality, liberty, justice and fraternity as criteria for evaluating literature. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ റീഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ഒരു സാഹിത്യകൃതിയെ വിലയിരുത്തുന്ന സമയത്ത് അതിൻ്റെ സൗന്ദര്യം മാത്രം വിലയിരുത്തിയാൽ പോരാ, അതിൻ്റെ ഒരു കണ്ടക്സ്റ്റ് മനസ്സിലാക്കണം. അത് സാമൂഹിക നീതിക്ക് വേണ്ടി എഴുതപ്പെടുന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ആ രീതിയിൽ ഈ ലിബറേഷൻ, മനുഷ്യവിമോചനം, അതുപോലെ തന്നെ സമത്വം, ജസ്റ്റിസ്, നീതി, ഫ്രട്ടേണിറ്റി, സാഹോദര്യം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൗന്ദര്യശാസ്ത്രം വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിലും ഇത് പ്രസക്തമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.